അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബഹുമാനികളെ, 1926 രൂപീകൃതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1933 രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ 5 ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിരുന്നു. അതിൽ 4ാമത്തെ ലക്ഷ്യം പറയുന്നത് മതവിദ്യാഭ്യാസത്തിന് തടസ്സമാകാത്ത രീതിയിൽ ഭൗതിക വിദ്യാഭ്യാസത്തെ കൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ സംഘടന ലക്ഷ്യം വഹിക്കുന്നു എന്ന ഒരു ഭാഗം അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. 2004 ട്രെൻഡിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതെങ്കിലും 100 വർഷം മുൻപ് തന്നെ ഈ സമുദായത്തിന് ഭൗതിക വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഭരണഘടനയിലെ 5 ലക്ഷ്യങ്ങളിൽ 4ാമത്തെ ലക്ഷ്യമായിട്ട് എഴുതി ചേർത്ത ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത് എന്നത് നമുക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു അവസരത്തിൽ കർണാടക സംസ്ഥാനത്ത് 300 എഡ്യൂക്കേറ്റർമാരെ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 9 1006 എഡ്യൂക്കേറ്റർമാരാണ് കണ്ണൂർ വെച്ച് നടന്ന ആ ട്രെൻഡിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ സമർപ്പിക്കപ്പെട്ടത്. ഒരു മാസം കഴിഞ്ഞ് ഗൂഡല്ലൂർ മാത്രം 20ഓളം എഡ്യൂക്കേറ്റർമാർ 350 വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂട്ടി ആ ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ അവസരം കൊടുത്തു. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അതിൽ 16 പേർക്ക് അവിടെ ജോലിയും ലഭിച്ചു. ഞാനത് പറഞ്ഞത് എഡ്യൂക്കേറ്റർമാർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും വലിയ റിസൾട്ട് ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഞങ്ങൾ 2 ദിവസമായി ട്രെൻഡിൻ്റെ സംസ്ഥാന കമ്മിറ്റി കംപ്ലീറ്റ് ബാംഗ്ലൂരുണ്ട്. ഇന്നലെ ഇവിടെയുള്ള മുഹസിൻ IAS, ഷാഹിദ് IAS, അതുപോലെ തന്നെ അഹമ്മദ് സിറാജ്, നമ്മുടെ BBC കറസ്പോണ്ടൻറ്റ് തുടങ്ങിയ ആളുകളെ കൂട്ടി ഒരു ഇൻഡോർ ആയിട്ട് ഒരു ഡിസ്കഷൻ, എങ്ങനെ ട്രെൻഡിൻ്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും സജീവമായിട്ട് കൊണ്ടുവരണം എന്നതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഇൻഷാ അല്ലാഹ് ബാംഗ്ലൂരിലുള്ള നമ്മുടെ ഉറുദു സ്ഥാപനങ്ങളെ അടക്കം നമുക്ക് അൽഹംദുലില്ലാഹ് ട്രെൻഡിൻ്റെ കീഴിൽ 400ഓളം ട്രെയിനേഴ്സ്, മംഗലാപുരം അടക്കമുള്ള പ്രദേശങ്ങളിൽ 400ഓളം ട്രെയിനേഴ്സ് നിലവിൽ ട്രെൻഡിൻ്റെ കീഴിലുണ്ട്. അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ട്രെയിനിങ്ങും പാരൻ്റ് അവയർനെസ് പ്രോഗ്രാമും ഒക്കെ ഇൻഷാ അല്ലാഹ് നടത്തണം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നമുക്ക് നിലവിൽ 250ഓളം വിദ്യാർത്ഥികൾ സിവിൽ സർവീസിന് വേണ്ടി ട്രെൻഡിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പിൽ 32 വിദ്യാർത്ഥികൾക്ക് നമുക്ക് സ്കോളർഷിപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. നമുക്കറിയാം, 2021 മുന്നേറ്റ യാത്ര നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന പേരിൽ CDP വന്നു. CDPയുടെ കീഴിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകൾക്ക് ട്രെയിനിങ് നൽകി 50ഓളം ഉദ്യോഗാർത്ഥികൾ പലപ്പോഴായിട്ട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ രീതിയിൽ സ്റ്റേറ്റിലും അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗാർത്ഥികളായിട്ട് ജോലി ലഭിച്ചു എന്നുള്ളതും ട്രെൻഡിൻ്റെ ചുരുങ്ങിയ കാലത്തെ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് പറയാൻ പറ്റും. ഞാനിത് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ നമ്മൾ എഡ്യൂക്കേറ്റർമാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാമീണ മെൻറ്റർമാരാണ്. ലോകത്ത് തൊഴിൽ സംസ്കാരം മാറുന്നു. UN ഏറ്റവും പുതിയ റെസൊല്യൂഷൻ കൊണ്ടുവരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ തൊഴിലെടുക്കുന്നത് ഇനി നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു റെസൊല്യൂഷൻ വരാൻ പോവാണ്. ആളുകൾക്ക് തൊഴിലെടുക്കുന്നത് നിർബന്ധിക്കാൻ പാടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടുകളായിരിക്കും മിക്കവാറും ലോകത്തെ തൊഴിലുകൾ നിയന്ത്രിക്കുക. ഗവൺമെൻറ്റുകൾ നിർബന്ധമായും ഓരോ വ്യക്തിക്കും സൗജന്യമായി പെൻഷൻ നൽകേണ്ടി വരും തുടങ്ങിയ റെസൊല്യൂഷനുകൾ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് എൻ്റർടൈൻമെൻറ്റ് മേഖല വളരെ വികാസം പ്രാപിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ കൊടുക്കുന്ന നിലവിലുള്ള സാമ്പ്രദായിക വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരെ വരും. കഴിഞ്ഞ ദിവസം കേരളത്തിലുള്ള പ്രിൻസിപ്പൽമാർക്ക് കൊടുത്ത ഒരു ട്രെയിനിങ്ങിൽ അവിടെ പറഞ്ഞൊരു കാര്യം, 2030 ആകുമ്പോഴേക്കിന് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ പലതും ഇല്ലാതെയായി പോകുന്നൊരവസ്ഥയുണ്ടാവും. 5 വർഷമാണ് പറഞ്ഞത്. അപ്പം ആ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമുണ്ടാകുമ്പോൾ
നമ്മുടെ നാട്ടും പുറത്തുള്ള യൂണിറ്റ് തലത്തിലുള്ള എഡ്യൂക്കേറ്റർമാർ 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിയെ അവനെ ഒരു കൃത്യമായ ജോലി ലഭിക്കുന്നത് വരെ ഫോളോ അപ്പ് നടത്തണമെങ്കിൽ ആധുനിക വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള കോഴ്സുകളും സ്കില്ലുകളും സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ് നമ്മുടെ എഡ്യൂക്കേറ്റർമാർക്ക് ലഭിക്കണം. ഇൻഷാ അല്ലാഹ് കർണാടക സ്റ്റേറ്റ് വളരെ സജീവമായിട്ട് തന്നെ ട്രെൻഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ഈ 2 വർഷത്തിനിടയിൽ പലപ്പോഴായിട്ട് കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സജീവമായിട്ട് തന്നെ കർണാടക SKSSFൻ്റെ നേതൃത്വത്തിൽ ട്രെൻഡിൻ്റെ പ്രവർത്തനത്തിന് പ്രത്യേകം അവർ ശ്രദ്ധ കൊടുക്കുകയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് 300 പേരെ നമുക്ക് ഇവിടെ സമർപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. ട്രെൻഡിൻ്റെ ട്രെൻഡ് ആൻഡ് ടെക് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നിലവിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ അടിസ്ഥാന വിവരം നൽകുകയും കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 50 വിദ്യാർത്ഥികൾക്ക് നമ്മൾ പരിശീലനം കൊടുത്ത് അവർ തന്നെ സ്വന്തമായിട്ട് റോബോട്ട്സ് ഉണ്ടാക്കുന്ന കോഴ്സ് പരിശീലിക്കുകയും അത് നിർമ്മിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ ഈ യൂണിറ്റിൽ മെൻറ്റർമാരുടെ കീഴിൽ ഉണ്ടാവണം എന്നുകൂടി ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും CDPയുടെ കീഴിൽ കരിയർ വിൻഡോ എന്ന പേരിൽ ഓരോ ദിവസവും ഈ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വരുന്ന തൊഴിലുകളെ പരിചയപ്പെടുത്തുന്ന സെഷനുണ്ട്. ഓരോ ദിവസവും അത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ, ഇതിനെ പരിചയപ്പെടുത്തുന്ന ട്രെൻഡ് മീഡിയ എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റും എല്ലാ ദിവസവും ട്രെൻഡിൻ്റെ കീഴിൽ പുറത്തിറങ്ങുന്നുണ്ട്. ഇതിനകത്തൊക്കെ നമ്മുടെ എങ്ങനെയാണ് ഒരാൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഫോൺ നമ്പർ അടക്കമുള്ള രീതിയിലാണ് നമ്മളത് പുറത്തുവിടുന്നത്. ഇതിനകത്തൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഡാറ്റ കിട്ടുന്ന സമയത്ത്, ഒരു അഡ്വർടൈസ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പ്രാദേശികമായി ആരാണോ ഉള്ളത് എന്ന് കണ്ടെത്തി അവർക്ക് അതിന് സപ്പോർട്ട് കൊടുക്കണം. അവരുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ എഡ്യൂക്കേറ്റർമാർക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എഡ്യൂക്കേറ്റർമാർക്ക് വേണ്ടിയിട്ടൊരു വെബ് ആപ്ലിക്കേഷൻ നമ്മൾ കുട്ടികളെ ഡാറ്റ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എഡ്യൂക്കേറ്റർ മൊബൈൽ ആപ്ലിക്കേഷനും വെബ് ആപ്ലിക്കേഷനും നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ 400 റിസോഴ്സ് ബാങ്ക് മെമ്പേഴ്സ്, ട്രെൻഡ് റിസോഴ്സ് ബാങ്ക് മെമ്പേഴ്സ് നമുക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ ട്രെയിനിങ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെയൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന തലത്തിലും പുറത്തും ഇൻഷാ അല്ലാഹ് വളരെ നല്ല രീതിയിൽ ട്രെൻഡിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു അവസരം തന്നതിന് സംഘാടകർക്ക് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.